മൈ ഷോയ്ക്ക് പണി കൊടുത്തു തുടങ്ങിയ ടിക്കറ്റ് വിൽപ്പന ഒന്നാം ദിനം തീർത്തത് പുതിയ റെക്കോർഡ്. മലയാള സിനിമയ്ക്ക് എമ്പുരാൻ തുറന്നിടുന്നത് വ്യവസായത്തിന്റെ പുത്തൻ സാധ്യതകളെന്ന് സിനിമാ ലോകം. വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ വന്ന് മലയാള സിനിമാ ചരിത്രത്തിൽ തരംഗം തീർത്ത സിനിമയാണ് ലൂസിഫർ. ആ സമയത്ത് തന്നെ ചിത്രത്തിന് 3 ഭാഗങ്ങൾ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു സംവിധായകൻ പൃഥ്വിരാജും രചയിതാവ് മുരളി ഗോപിയും. ലൂസിഫർ പ്രതീക്ഷിച്ചതിലുപരിയായി വിജയം നേടിയപ്പോൾ മുതൽ മോഹൻലാലിന്റെ ആരാധകർ ഉൾപ്പെടെയുള്ള സിനിമാ ആസ്വാദകർ കാത്തിരിപ്പിലായിരുന്നു രണ്ടാം ഭാഗമായ എമ്പുരാന് വേണ്ടി. സംവിധായകൻ പൃഥ്വിരാജ് വളരെ ചെറിയ കൊമേഴ്ഷ്യൽ സിനിമയാണെന്ന് പറയുമ്പോഴും പ്രേക്ഷകരുടെ പ്രതീക്ഷ അതിനൊക്കെ അപ്പുറമായിരുന്നു. ആ പ്രതീക്ഷയുടെ നേർസാക്ഷ്യത്തിനായിരുന്നു വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് എമ്പുരാന്റെ ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ കേരളം മാത്രമല്ല രാജ്യം തന്നെ സാക്ഷ്യം വഹിച്ചത്. കാരണം ബുക്ക് മൈ ഷോ ആപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ആപ്പിന്റെ പ്രവർത്തനം സ്തംഭിക്കുകയും ആദ്യ മണിക്കൂറിൽ 1 ലക്ഷത്തിനടുത്ത് ടിക്കറ്റ് വിൽപ്പന നടക്കുകയും ചെയ്തു. 1 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിൽപ്പന നടന്ന ഇന്ത്യൻ സിനിമ എന്ന നേട്ടവും എമ്പുരാന് സ്വന്തമായിരിക്കുന്നു. 24 മണിക്കൂർ പിന്നിടുമ്പോഴും 6.5 ലക്ഷം ടിക്കറ്റുകൾ വിറ്റ് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ പുതു അധ്യായം കുറിക്കുകയാണ് എമ്പുരാൻ. 1 മണിക്കൂറിൽ എമ്പുരാന്റേതായി 96 ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിൽ വിറ്റുകഴിഞ്ഞത്. ഇതിനു മുന്നേ ആദ്യ ദിന അഡ്വാൻസ് ബുക്കിംഗിൽ മുന്നോട്ട് നിന്നിരുന്നത് വിജയ് ചിത്രമായിരുന്നു. ലിയോ ആയിരുന്നു അത്. 80,000-ഓളം ടിക്കറ്റുകളാണ് പുഷ്പ വിറ്റത്. 85,000 ടിക്കറ്റുകളാണ് ഷാറൂഖ് ഖാന്റെ ജവാൻ വിറ്റിരുന്നത്. വിജയുടെ ലിയോ, അല്ലു അർജുന്റെ പുഷ്പ 2 എന്നിവയുടെ റെക്കോർഡാണ് എമ്പുരാൻ നിസാര നിമിഷങ്ങൾ കൊണ്ട് തകർത്തു കളഞ്ഞത്. മാർച്ച് 21 രാവിലെ 9 മണിക്കാണ് ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചത്. പല തിയേറ്ററുകളിലും റിലീസ് ദിവസത്തെ ടിക്കറ്റുകൾ തീർന്ന അവസ്ഥയിലാണ്. ഒരു സമയത്ത് ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റായ ബുക്ക് മൈ ഷോയും നിലച്ചുപോയ അവസ്ഥയുണ്ടായി. ഒട്ടുമിക്ക ജില്ലകളിലെയും എല്ലാ തിയേറ്ററുകളിലും എമ്പുരാൻ ആണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. 6 മണിക്കുള്ള ഫാൻ ഷോയുടെ ടിക്കറ്റുകൾ 2 ആഴ്ചയ്ക്ക് മുമ്പേ തീർന്നിരുന്നു. ഇതിനു പുറമെ ഒരാഴ്ചത്തേക്കുള്ള ഭൂരിഭാഗം ടിക്കറ്റുകളും വിറ്റു തീർന്ന തിയേറ്ററുകൾ ഉണ്ടെന്ന് അതാത് തിയേറ്ററുകൾ തങ്ങളുടെ ഔദ്യോഗിക പേജുകളിൽ പങ്കുവച്ച വിവരങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. മാർച്ച് 27-നാണ് ചിത്രം ആഗോള റിലീസായി തിയേറ്ററുകളിൽ എത്തുന്നത്. റിലീസിന് ഒരാഴ്ച മുൻപ് തന്നെ എമ്പുരാൻ റെക്കോർഡുകൾ ഓരോന്നായി തകർക്കുമ്പോൾ തുടർ പരാജയങ്ങൾക്ക് ശേഷമുള്ള മോഹൻലാലിന്റെ തിരിച്ചുവരവ് കൂടിയാണ് മലയാളികൾ ആഘോഷമാക്കുന്നത്. മലയാള സിനിമാ ലോകം തന്നെ എമ്പുരാന്റെ നേട്ടത്തെ ഏറ്റെടുക്കുന്നുമുണ്ട്. ബുക്ക് മൈ ഷോയിലെ റെക്കോർഡ് നേട്ടം പ്രമുഖ സംവിധായകരും താരങ്ങളും ഉൾപ്പെടെ സന്തോഷത്തോടെ പങ്കുവയ്ക്കുകയും ചിത്രത്തിന് ആശംസകൾ നേരുകയും ചെയ്തു. എമ്പുരാന്റെ നേട്ടത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലും ചർച്ചകൾ സജീവമാണ്. മോഹൻലാലിനോടുള്ള മലയാളികളുടെ പ്രിയമാണ് ഈ അവസരത്തിൽ ഏറെ ചർച്ചയാവുന്നതും. കേരളത്തിൽ ഒരു സിനിമ റിലീസ് ദിനത്തിൽ നേടുന്ന ഏറ്റവും മികച്ച 2ാമത്തെ കളക്ഷൻ എന്ന നേട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എമ്പുരാൻ. റിലീസിന് ഇനിയും 6 ദിനങ്ങൾ ശേഷിക്കെ പ്രീ റിലീസ് ബുക്കിംഗിലൂടെയാണ് ഈ നേട്ടം എന്നത് ശ്രദ്ധേയമാണ്. ഒരു മലയാള ചിത്രത്തിന്റെ ഏറ്റവും വലിയ കേരള ഓപ്പണിംഗ് ഉടമയായിരുന്ന മോഹൻലാലിന്റെ തന്നെ ഒടിയനെയും പാൻ ഇന്ത്യ കന്നഡ വിജയമായിരുന്ന KGF 2-നെയും പിന്തള്ളിയാണ് എമ്പുരാൻ ലിസ്റ്റിൽ 2ാമതെത്തിയിരിക്കുന്നത്. ഒടിയന്റെ കേരള ഓപ്പണിംഗ് 7.25 കോടിയും KGF 2-ന്റേത് 7.30 കോടിയുമായിരുന്നു. അഡ്വാൻസ് ബുക്കിംഗിലൂടെ ഫാൻസ് ഷോകളിലൂടെയും എമ്പുരാൻ കേരളത്തിൽ നിന്ന് ഇതിനകം നേടിയിരിക്കുന്നത് ആദ്യ ദിന കളക്ഷൻ 7.40 കോടിയാണ്. അതേസമയം വിജയ് ചിത്രം ലിയോ ആണ് ഈ ലിസ്റ്റിൽ ഒന്നാമതായുള്ളത്. 12 കോടി രൂപയാണ് ചിത്രത്തിന്റെ നേട്ടം. റിലീസിന് 6 ദിവസം ശേഷിക്കെ ഈ റെക്കോർഡ് മോഹൻലാൽ സ്വന്തം പേരിൽ ആക്കുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് മോളിവുഡ് ഉള്ളത്. നിലവിലെ സ്ഥിതി തുടർന്നാൽ ഈ നേട്ടവും എമ്പുരാൻ നേടുമെന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നതും. പ്രതിഫലം വാങ്ങാതെ പൃഥ്വിരാജും മോഹൻലാലും എന്നത് നമുക്ക് ശ്രദ്ധേയമായ ഒരു വാർത്തയായിരുന്നു. ചിത്രത്തിന്റെ കാസ്റ്റിംഗ് ആരംഭിച്ച സമയത്ത് ഹോളിവുഡിൽ നിന്നും ബ്രിട്ടീഷ്, ചൈനീസ് ഫിലിം ഇൻഡസ്ട്രികളിൽ നിന്നുമൊക്കെ ചില വലിയ പേരുകാരെ ഉൾപ്പെടുത്തണമെന്ന് തനിക്ക് ഉണ്ടായിരുന്നുവെന്ന് പൃഥ്വിരാജ് പറയുന്നുണ്ട്. അവരിൽ പലരുമായും വീഡിയോ കോളിലൂടെ സംസാരിക്കാൻ അവസരം ലഭിച്ചു. പലരും താല്പര്യപൂർവ്വമാണ് ഞങ്ങളുടെ ആവശ്യത്തെ പരിഗണിച്ചത്. എന്നാൽ ഇടനിലക്കാരായ ഏജന്റുമാർ പറയുന്ന പ്രതിഫലം കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. ഈ സിനിമയ്ക്ക് പരമാവധി എത്ര വരെ മുടക്കാമെന്നത് എനിക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു എന്നും പൃഥ്വിരാജ് പറയുന്നു. ചിത്രത്തിൽ മോഹൻലാൽ 1 രൂപ പോലും പ്രതിഫലമായി വാങ്ങിയില്ലെന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട്. പൃഥ്വിരാജും അങ്ങനെ ആയിരുന്നുവെന്ന് ഒപ്പമുണ്ടായിരുന്ന മോഹൻലാലും പറഞ്ഞു. ചിത്രത്തിലെ സാങ്കേതിക പ്രവർത്തകരും അഭിനയിച്ച വിദേശ താരങ്ങൾ ഉൾപ്പെടെയും തങ്ങളുടെ വിഷനും ശ്രമവും മനസ്സിലാക്കി പ്രതിഫലം നോക്കാതെ ഒപ്പം നിൽക്കുകയായിരുന്നുവെന്നും പൃഥ്വിരാജ് പറഞ്ഞു. 100 കോടി ബജറ്റ് ഉണ്ടായിട്ട് 80 കോടിയും പ്രതിഫലത്തിന് പോയിട്ട് ബാക്കി 20 കോടിക്ക് സിനിമ നിർമ്മിക്കുന്നത് പോലെയല്ല തങ്ങൾ ചെയ്തിട്ടുള്ളതെന്നും തങ്ങൾ മുടക്കിയിരിക്കുന്നത് സിനിമയുടെ മേക്കിംഗിൽ ആണെന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു.
മാർച്ച് 27-നാണ് ചിത്രം ആഗോള റിലീസായി തിയേറ്ററുകളിൽ എത്തുന്നത്. എമ്പുരാനെ മലയാളത്തിന്റെ അഭിമാനമായി ഏവരും ഏറ്റെടുക്കണമെന്നും വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ മലയാള സിനിമയ്ക്ക് സൃഷ്ടിക്കാൻ കഴിയുന്ന മാർക്കറ്റിംഗിന് തുടക്കമിടാൻ എമ്പുരാനെ കൊണ്ട് സാധിക്കുമെന്നും വരാനിരിക്കുന്ന കത്തനാർ പോലുള്ള വലിയ സിനിമകൾക്ക് ഉൾപ്പെടെ എമ്പുരാന്റെ വിജയം നൽകുന്ന ഊർജം ചെറുതായിരിക്കില്ലെന്നുമാണ് സിനിമാ പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്.